ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രോവേ ഗാർഡൻ എന്ന് പറഞ്ഞു പുതിയൊരു ഗെയിമായിട്ടാണ്. അതായത് റോബ്ലോക്സിലെ ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഇച്ചിരി കളിച്ച് വെച്ചായിരുന്നു. ഓക്കെ, എൻ്റെ ബേസ് ഇപ്പോൾ കണ്ടു. അധികമൊന്നും ഇല്ല എങ്കിലും ചെറിയ ഏത് ഇവൻറ്റ് ഞാൻ ഇച്ചിരിയൊക്കെ ഇവൻറ്റിൻ്റെ ടൈമിൽ ഇച്ചിരി മുമ്പ് ഈ നല്ല കിടില ഇവൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ച് വെച്ചത് ആ പൈസയൊക്കെ ഉണ്ടോ എൻ്റെ അതുപോലെയൊക്കെ ആകണമെന്നുണ്ട്. പക്ഷേ അതുപോലെയൊന്നും ആകാൻ എന്നെക്കൊണ്ട് നിവർത്തിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതൊക്കെ വളർത്തി വലുതാക്കി എടുക്കണം. 30 മിനിറ്റ് അങ്ങോട്ട് ഇച്ചിരി കഴിഞ്ഞ് ഇവൻ്റ് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടാ, ഇതെന്തോ സാൻഡ് സ്റ്റോമ ഗൈസ്. ഇപ്പോൾ തന്നെ എന്തോ ഇവൻ്റ് വന്നിട്ട് ഇവൻ്റാണോ ഗൈസ്? ഇത് ഇവൻ്റാണോ പറഞ്ഞുകൂടാ. അല്ല, ഇതൊക്കെ തിളങ്ങിയിരിക്കണം. കണ്ടാ അതിൻ്റെ ഇതൊക്കെ. പക്ഷെ എൻ്റെ പൊന്നെ എന്തോ ഇവിടെ നടക്കണുണ്ട് ഗൈസ്. എടാ എനിക്ക് ഈ സാധനമൊക്കെ കിട്ടിയോണ്ട് ഇതൊക്കെ മിത്തിക്കാറേറെ മറ്റേ ലെജൻഡറി എങ്ങാണ്ടാണ് ഗൈസ്. ഇതൊക്കെ കിട്ടി ഇവൻ്റ് ടൈമിൽ ഇതൊക്കെ റീസ്റ്റോക്ക് ആവും. എടാ, ഇത് എന്തോ വന്നിട്ടുണ്ടാ. ഈ കിളി വന്നാൽ നമുക്കിവിടെ റീസ്റ്റോക്ക് ആവും. ഇത് ഒരു സ്ക്വിഡ് ഗെയിം കിളിയായത് ഉറപ്പാണ്. ഇത് സ്ക്വിഡ് ഗെയിം കിളിയായത് നേരത്തെ വന്നായിരുന്നു ആണെന്ന് തോന്നാണ്. കരഞ്ഞുകൂടാ, എന്തോ സംഭവിക്കണുണ്ട് ഗൈസ് ഇവിടെ. എൻ്റെ പൊന്നെ, ഇത് മറ്റേ ഇവനല്ലേ ഗൈസ്? ഇവനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇത് മറ്റേ ഇവനാണ്. എൻ്റെ അഡ്മിനെങ്ങാണ്ടാണ് ഗൈസ്. എൻ്റെ പൊന്നെ, എൻ്റെ കിട്ടില്ല ഇവനാണ് നടക്കണ. ഇത് സീഡൊക്കെ റീസ്റ്റോർട്ട് ആവാനുള്ള ഇതൊക്കെ എൻ്റെ ഫാമിനെന്തെങ്കിലും എൻ്റെ ഫാമ് തിളങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയോ സംഭവിച്ചു. അതൊക്കെ മ്യൂട്ടേഷൻ ആയതുകൊണ്ട് ഗിയർ സ്റ്റോക്ക് ഇതൊക്കെ എന്തോ റീസ്റ്റോക്കായി. സ്പ്രിംഗ്ലറൊന്നും റീസ്റ്റോക്ക് ആണല്ലടാ. കണ്ട, ഇപ്പം ഇവൻ്റെ ടൈം ആയതുകൊണ്ട് റീസ്റ്റോക്കാണ്. കണ്ട എടാ, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞുകൂടെ. അതൊക്കെ പഠിച്ചു തന്നെ ഞാൻ. ഇത് 3 പെറ്റുണ്ട് എൻ്റെ ഇവന്മാരുടെയൊക്കെ ലെവലെന്നൊക്കെ ഇതാണ്. കണ്ട, ഇവിടെ എന്തൊക്കെയോ റീസ്റ്റോക്ക് ആകണുണ്ടാ. ഇവൻ്റ് കഴിഞ്ഞപ്പോളേ ഗിയർ സ്റ്റോപ്പിൽ കുറേ റീസ്റ്റോക്കായി എന്തൊക്കെയോ. കണ്ടാ, ഇവിടെ സ്പ്രിംഗ്ലറൊക്കെ റീസ്റ്റോക്കായി. എടാ, ഇത് വാങ്ങിച്ചാൽ എൻ്റെ പൈസ നല്ലോണം കുറയടാ. എനിക്കറിയാം ഇത് നമുക്ക് ഇച്ചിരി പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറഞ്ഞ സംഭവം. അടുത്ത ഇവന് ഞാൻ ഈ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും കാശ്. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും എനിക്ക് ഗൈസ്. ഞാൻ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അതായത് ഓൺലൈൻ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ചൊക്കെ. എൻ്റെ പൈസ നല്ലോണം പോയി. എടാ പോയടാ, 1 മില്യൺ കണ്ടുണ്ടായിരുന്നതാ. എടാ, ഇനി വാങ്ങിക്കാൻ പറ്റൂലടാ, എൻ്റെ മുഴുവൻ പോയടാ. നല്ല പൈസ എങ്ങാണ്ടായിരുന്ന ഫുള്ളും വാങ്ങിച്ച് ഞാൻ തീർത്തടാ. ശേ, ഇവൻ്റെ ടൈമിൽ നമുക്ക് ഇതൊക്കെ കിട്ടും ഗൈസ്. എൻ്റെ പൈസ ഇപ്പോൾ അത്യാവശ്യം നല്ലതാകാൻ തുടങ്ങി. നമുക്ക് ഇവൻ്റെ ടൈമിൽ കയറണ എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്നെ ഒന്നും വാങ്ങണില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് വളർന്നിട്ട് ഇപ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് വിൽക്കാം നമുക്ക്, അല്ലെങ്കിൽ ശരിയാകുകയല്ല. നമുക്ക് വളർന്നു വന്നതൊക്കെ കൊണ്ട് വിൽക്കാം. ഇത് പൈസ നമുക്ക് ഇത് ചെയ്യണം നമുക്ക്, അല്ലെങ്കിൽ സെറ്റാക്കാം. സെറ്റാക്കി
പൈസ തിരിച്ച് കിട്ടിയാന്ന് ചോദിച്ചാൽ ഇല്ല ഗൈസ്. ഭയങ്കര അത്യാവശ്യം നല്ല പൈസയൊന്നും കിട്ടിയിട്ടില്ല, കിട്ടിയില്ല ഗൈസ്. കാരണം എടാ ഇത് നമുക്ക് വിൽക്കടാ, ഇത് വിൽക്കേണ്ടി വരും. നമ്മുടെ പൈസ നല്ല അത്യാവശ്യമുണ്ട് നമുക്ക്. പൈസക്ക് സെല്ല് ചെയ്ത് അങ്ങോട്ട് സെല്ല് ചെയ്ത് കളഞ്ഞ ഇത് സ്റ്റക്കായടാ ഇവിടെ. ഇത്രയുള്ളൂ. ഇനിയും പൈസ വേണം. ഇത്രയും പോലെ ശരി. അടുത്ത ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ വേണം. പോയി കേസ്, പൈസയൊക്കെ പൊട്ടി. നോ വിഷയം കേസ്. അവിടെ ഇനി എടുക്കും. ഇനി ഇവൻ്റെ അടുത്ത ഇനി വരാൻ കിടക്കണേ ഉള്ളു കേസ്. ഇതൊക്കെ കൊണ്ട് വിറ്റാൽ നല്ല അത്യാവശ്യം കിടുക്കൻ പൈസ കിട്ടും. ഞാൻ ഇപ്പോൾ വിൽക്കാത്ത ഫുൾ ഗ്രോത്ത് ആകട്ടെ കേസ്. മുഴുവൻ ഫുൾ ഗ്രോത്ത് ആയിട്ടേ ഞാൻ വിൽക്കണുള്ളൂ. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിഞ്ഞൂടെ. എന്തൊക്കെയോ മ്യൂസിക്കൊക്കെയാണ് കേസ്. ഓക്കെ, നല്ലോണം അടിക്കാൻ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്ഡേറ്റ് അതേ അപ്ഡേറ്റ് 18 മിനിറ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പോകുള്ളൂ. എടാ ഇവിടെ എന്തുകൊണ്ടൊക്കെ വന്നടാ. എടാ ഇത് അടുത്ത ഫുട്ബോൾ ഇവൻ്റ് എങ്ങാണ്ടാണ്. ഫുട്ബോളാ അങ്ങനെ എന്തോ ഇവൻ്റാ ഇത്. ഈ ഡൈനോസറൊക്കെ കണ്ട, ഹൈ ലെവൽ ഡൈനോസർ. എൻ്റെ പൊന്നെ, ഈ കിടുക്ക ഇതൊക്കെ ബ്രെയിൻ റോട്ട് സ്ഥിരം ബ്രെയിൻ റോട്ട് കളിച്ച് ഫുള്ള് ബ്രെയിൻ റോട്ടെന്ന് പറയണേ ഇപ്പോൾ. ഓക്കെ, എന്തെങ്കിലും സീഡ് വന്നാൽ നോക്കാം. സീഡ് എന്തായാലും നല്ലതുപോലൊക്കെ വളരട്ടെ. നമ്മൾ നേരത്തെ ഒരു സാധനം കൊണ്ട് ഇട്ടല്ല അതെന്തായാലും. പിന്നെ എനിക്ക് എഗ്ഗ് കിട്ടിയായിരുന്നു ഇവൻ്റെ ടൈമിൽ. അതൊക്കെ വാങ്ങിച്ച് കുറേ എണ്ണം വാങ്ങിച്ച് കേസ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ഇപ്പോൾ തീർന്നു പോയി. കണ്ട ഈ എഗ്ഗൊക്കെ ഇല്ല കേസ്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു. ലെജൻഡറി, പിന്നെ ഇവിടെ ഇരിക്കണ ഒരു റെയറും. റെയർ 1 മണിക്കൂർ കഴിയുമ്പോൾ തുറക്കും. ഞാൻ ഇത് എത്ര മണിക്കായി ഇപ്പോൾ 7:12. ഞാൻ കറക്റ്റ് 7 മണി 6:30 ആയപ്പോൾ കയറിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത്. ഇതൊക്കെ നല്ല സംഭവമാണെന്നാണ് തോന്നണത് ഗൈസ് എനിക്ക്. പിന്നെ അതെ ഇതൊക്കെ കണ്ട ഗൈസ്, പേജിലൊക്കെ എന്താണ് ഗൈസ് ഇതൊക്കെ കണ്ട. എനിക്ക് ഇതിൽ സാധാരണ കയറുമ്പോൾ ലാഗ് അടിക്കണം. എനിക്ക് ലാഗില്ല, അത്ര ലാഗില്ല. ചിലപ്പോൾ ഇത് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ലാഗ് ഉണ്ടാവും ഗൈസ്. ഓക്കെ, കണ്ട ഇതൊക്കെ വളരണം, നല്ലോണം വളരുന്നുണ്ട് കേട്ടോ. വളർന്നിട്ട് എടുക്കാം ഗൈസ്. ഇനി നമുക്ക് അന്നേരം ടൈം വേണം. അടുത്ത ഇവൻ്റ് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വിൽക്കാം. അതപ്പോൾ വളരുകയും ചെയ്യും. ഇച്ചിരി ഒക്കെ വിൽക്കാൻ സുഖമായിരിക്കും. ഇത് കണ്ടോ ഈ ശിവൻ്റെ സാധനം ഇങ്ങോട്ടൊക്കെ. എടാ ഇതൊക്കെ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ ഇത്. എടാ ഇതൊക്കെ സ്റ്റോക്ക് വേണോടാ, നമ്മുടെ കയ്യിൽ അതൊന്നും സ്റ്റോക്കില്ലടാ. എടാ ഇതിൻ്റെ ഏറ്റവും വെയിറ്റ് സീഡ്സിൽ പോയിട്ട് രാത്രി എന്തോ ഇവൻ്റെയൊക്കെ വന്നു. എടാ സീഡ്സിൽ പോയിട്ടുള്ള ഏറ്റവും വിലയുള്ള സീഡ് ഏതാ? ഇതാണ് ട്രാൻസ്കെറ്റൻ ഗ്രീറ്റ് പങ്കിൻ സീഡാണ്. എടാ ഇതൊക്കെ കിട്ടണേ. എനിക്ക് എൻ്റെ കൂട്ടുകാരൻ കുറേ തന്നായിരുന്നു. അതൊക്കെ ഞാൻ വിറ്റിട്ട 3 മില്യൺ കണ്ടുണ്ടായിരുന്നു. അത് ഫുള്ള് പോയി ഞാൻ ഫുള്ള് മേടിച്ച് തീർത്ത് കളഞ്ഞു. പെപ്പർ സീഡാണ് എനിക്ക് നേരത്തെ കിട്ടിയ. പെപ്പർ സീഡ് കിട്ടിയിട്ടുണ്ട്. പെപ്പർ സീഡ് നമുക്ക് വളർന്ന് വരട്ടെ, എടുക്കാം. നമ്മുടെ ഫാം ഇപ്പോൾ കുഴപ്പമില്ല, അത് വളരുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ ഫാം. എടാ ഞാൻ ഇവിടെ ഒരു പെപ്പർ കൊണ്ട് നിർത്തായിരുന്നല്ലോടാ. ഇതല്ലേ പെപ്പർ? ആ ഇതാടാ 38% ഇത് ഗ്രോണായിട്ടുള്ളത്. എടാ ഇത് നല്ല സമയം എടുക്കും കേട്ടാ. ഇത് എൻ്റെ പൊന്നെ എന്തോ കിടുക്കൻ ഇവൻ്റെ ഒക്കെ വന്നുണ്ടേ. എടാ എടാ എന്തോ എഗ്ഗ്, എൻ്റെ എഗ്ഗ് റീസ്റ്റോക്ക് ആയടാ. എടാ എടാ എന്തെങ്കിലും കിട്ടണേടാ. എടാ എന്തോ എഗ്ഗൊക്കെ ഓക്കെ മേടിക്കാൻ പറ്റൂല കാരണം പൈസ ഇല്ല ഒന്നാമത്.
ജംഗിളൊക്കെ എടാ ഇത് ഒന്നും മേടിക്കാൻ പറ്റിയടാ. എടാ പൈസ ആണെങ്കിൽ ഞാൻ മേടിച്ചേനാടാ. ഇതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ല എൻ്റെ കയ്യിൽ. സ്പ്രിംഗ്ലറൊക്കെ മേടിക്കാൻ, സ്പ്രിംഗ്ലറൊക്കെ അമ്മയോണൊക്കെ സ്പ്രിംഗ്ലർ മേടിക്കാൻ വേണമെങ്കിൽ. എടാ അതിനൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും മിക്കവാറും, എന്നെക്കൊണ്ട് താങ്ങിയില്ല. കണ്ടോ ഇത് വന്നപ്പോൾ തന്നെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയി. അത് പണിയാടാ ഇത്. സീഡിൻ്റെ അവിടെ പോവാം. സീഡിൻ്റെ അവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങാം കേസ്. എടാ എടാ ഇതൊക്കെ എടാ ഇതൊക്കെ പ്രിസ്മാറ്റിക്കടാ. വാങ്ങാൻ പൈസ ഇല്ല, അതെങ്ങനെ വാങ്ങിയേനെ കേസ്. എടാ ഇതൊക്കെ വാങ്ങി നമ്മൾ പ്രോ പ്ലെയർ ആവും. ഇതൊന്നും വാങ്ങി എനിക്കാരും ഗിഫ്റ്റ് അയച്ചു തരാനില്ല കേസ്. ചില സർവറിൽ കയറുമ്പോൾ മാത്രം നല്ലവരൊക്കെ ഉണ്ടാവും കേസ്, അവരൊക്കെ എനിക്ക് ഗിഫ്റ്റ് അയച്ചു തരും. ചിലവന്മാരൊക്കെ ഭയങ്കര വോൾക്കാനിക് ഇറപ്ഷൻ ഗൈസ്. ആടാ ഇവിടെ ഇപ്പോഴെന്തെങ്കിലും സീഡൊക്കെ ചോദിച്ചു. ഓക്കെ ഇത് ഇവൻ്റെ ടൈമാണ്, നമുക്ക് സാധനങ്ങളൊക്കെ വിൽക്കാൻ സമയമായേ. ചെറിയതൊക്കെ വിറ്റ് തുടങ്ങാം അങ്ങോട്ട്. ആണോ എനിക്ക് കുറേ ആയണം, ഞാൻ വിൽക്കാൻ പോയല്ല. നല്ല പൈസ കിട്ടട്ടെ എനിക്ക്. പെട്ടെന്ന് 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 പെട്ടെന്ന്. എടാ ഇതൊന്നും പൈസ കിട്ടണമല്ല ഗൈസ്. 19,000 കണ്ട് കിട്ടി ഗൈസ്, അതൊന്നും പോരാ നമുക്ക്. എടാ എന്തോടെ സംഭവിക്കണ. എടാ എന്തുകൊണ്ടൊക്കെ സംഭവിക്കണോണ്ടാ. എടാ ഇവിടെ എന്തോ പാട്ടൊക്കെ, ഇത് കോപ്പിറൈറ്റ് അടിക്കാനുള്ളതായത്. കോപ്പിറൈറ്റ് അടിക്കാനുള്ള എനിക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ടോ. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ എടുത്ത് വിറ്റടാ. വിറ്റല്ല, ഞാൻ ഓളയും കുറച്ചിട്ട് ഫുള്ളെടുത്ത് വിൽക്കടാ. ഈ ടൊമാറ്റോ ഒക്കെ വെച്ചാൽ തന്നിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ ഞാൻ ആയ കാലത്തൊക്കെ വെച്ചതായത്. ഇതിപ്പോൾ ഫുള്ള് നമ്മളെ കൊണ്ട് വിൽക്കേണ്ട അവസ്ഥയായി ഗൈസ്. എടാ നെക്സ്റ്റ് ഇവൻ്റ് വന്ന് ചേട്ടാ, ഇനി എൻ്റെ കയ്യിലൊരു കിടുക്ക സാധനം ഉണ്ടായിരുന്നതാ. ഞാൻ ഇപ്പോഴാണ് കണ്ടോ എൻ്റെ എത്ര രൂപ കിട്ടും ഗൈസ്. ഓടാ ഇത് അത്ര വലിയ പൈസ ഒന്നും കിട്ടിയടാ. ഇത് മിത്തിക്കാണെന്ന് നല്ലത്, നമുക്ക് പൈസ കിട്ടിയല്ലേ ഗൈസ്. ഇത് 88 ഗ്രോണായി ഗൈസ് ഇത്. എടാ ഇതൊക്കെ ഇപ്പം വളരണമെന്ന് നമ്മൾക്ക് എടുക്കണ്ട ഗൈസ്. വളരണ അവിടെ നിന്ന് വളർന്നോട്ടെ, നമുക്ക് ഫുള്ള് വളർന്നു കഴിഞ്ഞത് എടുത്ത് അങ്ങോട്ട് വിൽക്കാം, അത്രയേ ഉള്ളൂ. കുറേ ആയി ഞാൻ ഫുള്ളും എടുത്ത് വിൽക്കാൻ പോയി. ഫുള്ളുമായി ഓ ഗൈസ് അത്യാവശ്യം പൈസ കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടി. എന്താ നമുക്ക് ഇതൊന്നും പോരാ, നമുക്ക് ഇതിന് സാധനങ്ങൾ വാങ്ങിക്കണം. സീഡ് ഷോപ്പിൽ പോയി ചില സീഡൊക്കെ വാങ്ങിച്ചിട്ട് വരാം ഗൈസ്. ഇനി അതൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാതെ വലിയത് ഇനി വാങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് ചെറിയത് എന്നുണ്ടല്ലോ. കിടുക്കൻ ഇവൻ്റ് വന്നിട്ട് 9 മിനിറ്റ് ആയപ്പോൾ ഇവൻ്റ് വന്നിട്ടുണ്ട്. ഓക്കെ ഞാൻ ഇച്ചിരി സീഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഫുള്ളും കൊണ്ട് നമ്മുടെ ബേസ് വെക്കാം. തിളങ്ങണൊക്കെ നമ്മുടെ ബേസ് ഫുള്ളും വെക്കാം. നമുക്കിനി അടുത്ത പോയി മേടിച്ച ചെറിയത് വേണ്ടല്ലോ, കുറേ വാങ്ങിച്ചിട്ട് വരാം. എന്നിട്ടുണ്ടല്ലോ നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം സുനാമി വരട്ടെ. സുനാമി വരെങ്കിൽ അതൊന്നും വലിയ കാര്യമല്ല. ഇപ്പോൾ സുനാമിയൊക്കെ നമുക്ക് ടൊമാറ്റോ വാങ്ങിച്ചിട്ടിട്ടാണ് ഗൈസ് പൈസയൊക്കെ കിട്ടിയത്. പൈസയൊന്നും കിട്ടിയല്ലെങ്കിൽ ഫുള്ളും തീരണം. ഇപ്പോൾ ഗൈസ് ഞാൻ ഒന്നുകൂടി കയറി എൻ്റെ
ക്രെയിൻ ഓഫായി പോയി ഗൈസ്. അങ്ങോട്ട് കയറി. ഗാർഡൻ 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 ഗാർഡൻ. ഓ ഗൈസ് ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. എൻ്റെ പൊന്നെ ഗൈസ്. സീഡ് വാങ്ങിക്കട്ടെ. ഫുള്ളും വാങ്ങിക്കാൻ പോയ നല്ലതൊക്കെ. ബ്ലൂബെറി, ടൊമാറ്റോ ഫുള്ളും വാങ്ങിക്കട്ടെ. ബ്ലൂബെറി ഫുള്ളും വാങ്ങിക്കട്ടെ. രണ്ടും പോയി ഗാർഡനിൽ നടാം ഗൈസ്. ബ്ലൂബെറി നമുക്ക് ഇവിടെ എങ്ങനെ വെക്കാം. സ്റ്റാർ ഫിഷിന് ഗൈസ് നമുക്ക് എല്ലാം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ജാൻഡല്ലേ ഇവൻ്റെ വേറെന്തോ ജാൻഡല്ല അങ്ങനെ എങ്ങോട്ടല്ലേ ഗൈസ്. ഞാൻ നേരത്തെ കളിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി ഗൈസ്. എന്തുവാ പറ്റിയെന്ന് പോലും എനിക്കൊന്നും ഓർമ്മയില്ല. എല്ലാം പോയി. ഇതേത് കണ്ട ജംഗിളൊക്കെ ഇപ്പോൾ ഗൈസ്. ഡിവൈന് ഫ്രീ ആയിട്ട് ബഗ്ഗെക്ക് 50 മില്യൺ. എടാ എനിക്കിപ്പോൾ വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിയേനെ. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുക ഗൈസ്. നമ്മളിപ്പോൾ പൊട്ടന്മാരായി സത്യം പറഞ്ഞ. സീഡ് ഷോപ്പിൽ പോ. സീഡ് കോക്കനട്ട് ഏതാടാ? കോക്കനട്ട് നല്ലതായിരിക്കും. കോക്കനട്ട് ഇതിന് പൈസ പോയെങ്കിൽ എന്താ സാധനം കിട്ടിയില്ലേ? ഇനി പൈസ വന്നോളൂ സാധനം. സീഡ്സ് അല്ല ഗാർഡൻ. എല്ലാം കേട്ടോ വിതർത്തി നടുക. ഇങ്ങനെ ഫയർ വർക്ക് ഫോർ 5 യൂസസ്. തിന്നത്തിന് ഈ സാധനം ചുമ്മാ എടുത്തന്നതാണ്. നമുക്ക് കുറേ ഇപ്പോൾ ഉണ്ടല്ലേ അടുത്ത ഇനി നമ്മുടെ ഫുള്ള് പൈസ തീർത്ത് കൊണ്ടിരിക്കുകയല്ല നമ്മൾ. ഇനി ഇതൊക്കെ വളർന്ന് ഞാൻ സൂക്ഷിച്ച് ഇനി ഇതിലാണെങ്കിൽ ഒട്ടും പൈസ ഇല്ല. ഇതിന് സൂക്ഷിച്ച് ചിലവാക്കിക്കൊണ്ടിരിക്കുകയല്ലേ വേണം. ബേക്ക് ഷോപ്പിൽ നമുക്ക് അവിടെ ഇതൊക്കെ അവന്മാർ വാങ്ങണം. എനിക്ക് സങ്കടം വന്നത് കണ്ടിട്ട്. പക്ഷേ എനിക്കിത് വാങ്ങണമെന്നുണ്ട്, പറ്റണില്ല. എനിക്ക് പറ്റിയാൽ ഇത് വാങ്ങാൻ. ഇതൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം പൈസ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും വാങ്ങൂടാ ഇത്. ഇവൻ്റെയൊക്കെ ഈ സാധനമൊക്കെ കണ്ടായി ഇതൊക്കെ എടുത്ത് വിറ്റ് എന്തോരം പൈസ കിട്ടുമെന്നറിയാവാ. 50 മില്യണൊക്കെ ഉറപ്പായിട്ട് ഇത് വെച്ചാൽ കിട്ടിയിരിക്കും. നമ്മുടെ ഇതൊക്കെ വിറ്റാൽ കിട്ടുവാണല്ലോ. നമ്മൾ ഈ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് വിൽക്കുമ്പോൾ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ സങ്കടമല്ലേ. മാംഗോ കിട്ടിയാണോ? മാംഗോ ഒന്ന് എടുക്കട്ടെ. മാംഗോ ഫുള്ളും വളർന്നാലേ എടുക്കാൻ പറ്റുമല്ലോ. മാംഗോ ചാട് എടുക്കെടുക്കെടുക്ക. എന്തൊക്കെയോ ഇവിടെ ഉണ്ടായോ എന്നുണ്ട്. ഇത് കണ്ടോ എൻ്റെ മോനെ ഇത് പൈസ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഗിഫ്റ്റ് ഒന്നും ഞാൻ ഒരാൾക്ക് ഇവിടെ ചെയ്യല്ലേ. എനിക്കൊന്നും തന്നില്ല ഇവിടെ. ഓ 1 മില്യൺ ഗൈസ്. അത് വെച്ചപ്പോൾ നല്ല പൈസ കിട്ടി ഗൈസ്. അതെന്തായാലും ഇനിയും വലുതാവും. അത് നല്ല യൂസ് ഉണ്ടല്ലോ ഗൈസ്. എടാ അത് ഇവൻറ്റ് ടൈമിൽ കയറിയതുകൊണ്ട് നമുക്ക് അത്രയെങ്കിലും കിട്ടിയല്ല. അതാ കിട്ടിയല്ലോ നമുക്ക്. അങ്ങനെ കിട്ടിയല്ലോ നമുക്ക്. അല്ലാതെ
വൺ ടൈമിൽ കയറി കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊണ്ടാണ് നമുക്ക് മാത്രം കിട്ടിയത്. അതിൻ്റെ ഒക്കെ എനിക്ക് കുറേ കോളൊക്കെ വന്ന് പിന്നെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ എടുക്കും ഗൈസ്. എന്തായാലും ഈ വീഡിയോ ഇട്ട് ചെയ്യും, ഇത് ഉറപ്പാണ്. കാരണം എനിക്ക് ഈ വീഡിയോ നല്ലോണം സന്തോഷമായി ഗൈസ്. കാരണം കുറേ കിട്ടി. അടുത്ത ഇവൻറ്റ് വരാൻ പോയെന്നോന്നാണ്, വരും ചിലപ്പോൾ ഇനി ഇവൻറ്റ് വരുന്നതാണ്. അത് ഇവൻറ്റ് തീർന്നതൊന്നും അറിഞ്ഞുകൂടാ ഗൈസ്, ഒന്നും അറിഞ്ഞുകൂടാ എനിക്ക്. എപ്പോഴായാലും ഒരു ഇവൻറ്റ് വരും എന്തായാലും. സീഡ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും സീഡ് വന്നാൽ നോക്കാം, എന്നിട്ട് നമുക്ക് വീണ്ടും വാങ്ങാം. ലെജൻഡറി ഒന്നും വാങ്ങണില്ല, ചെറിയ സീഡൊക്കെ വാങ്ങി മുമ്പായിട്ട് പോവാം ഗൈസ്. ടൊമാറ്റോക്കെ എടുത്ത് വെക്കാം. ഓക്കെ ടൊമാറ്റോ എവിടെ? അത് ഞാൻ വാങ്ങിയതല്ലേ, ഇപ്പം ടൊമാറ്റോ വാങ്ങിയതല്ലേ. ടൊമാറ്റോ എവിടെയാണോ? ഗൈസ് എനിക്ക് അറിഞ്ഞൂടാ. അതായത് എൻ്റെ ടൊമാറ്റോ എവിടെയാണെന്ന് അറിയാമോ ഗൈസ്? എൻ്റെ ടൊമാറ്റോൻ്റെ ബാഗിൽ കിടപ്പുണ്ടായിരുന്നു, അത് കണ്ടില്ല. അതുകൊണ്ടാണ്. നമുക്ക് സ്ട്രോബെറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്ട്രോബെറിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടേക്കാണ്. അതായത് ഇതൊക്കെ അതൊക്കെ ബാഗിലുണ്ടായിരുന്നു. ടൊമാറ്റോയും എടുത്ത് നടാം ഇവിടെയെങ്ങാനും. നടാടാ, അല്ലാതെ വേറെ പറയാനില്ല ഒന്നും. കോക്കനട്ട് ഉണ്ടല്ലേ ഇവിടെ, കോക്കനട്ട് നമുക്ക് ഇവിടെ നടാം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലായിടത്തും ഇതൊക്കെ നട്ടുപിടിപ്പിക്കുക. മിക്കവാറും നാളെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരും കേസ് ഇവിടെയൊക്കെ. അതുപോലെയൊന്നും ആകുമെന്ന് പറയാനില്ല, കാരണം അതുപോലെയൊന്നും ആകുകയില്ല കേസ്. ഭയങ്കര പാടാണ് അതൊക്കെ അങ്ങനെയൊക്കെ ആക്കാൻ. ഇവൻ്റെ ടൈമിൽ കയറി അത്യാവശ്യം നല്ല എൻ്റെ പോലെ കിട്ടും കേട്ടോ. എനിക്കൊന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ടൈം, എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കയറിയപ്പോൾ കിട്ടിയതാണ് കേസ് ഇവൻ്റെ ടൈമിൽ. ഇനി ഒരിച്ചിരി കഴിഞ്ഞ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും, കാരണം അധികം ലോങ്ങായി പോയാൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേസ്. അതുകൊണ്ടാണ്. നമുക്ക് പെറ്റ് ഷോപ്പിൽ പുതിയ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന്. പെറ്റ് ഷോപ്പിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബഗ് എന്ന് പറയുന്ന സാധനം ഇത് വാങ്ങും കേസ്. ഹൈ പ്രോ പ്ലെയറൊക്കെ വരും, പക്ഷെ നമ്മൾക്ക് വാങ്ങാൻ പറ്റൂല കേസ്. കാരണം ഇപ്പം തന്നെ 1 മില്യൺ അടിച്ചിട്ടുള്ളൂ. എൻ്റെ 3 മില്യൺ അങ്ങോട്ട് ഉണ്ടായിരുന്നു. അത് ഫുള്ളും ഞാൻ സാധനം വാങ്ങിച്ച് തീർത്ത് കേസ്. അതുകൊണ്ടാണ്. ഇതാണ് ഇവൻ്റെ ഗാർഡൻ. ഗിഫ്റ്റ് അയച്ചു വല്ലതും താടേ. ചുമ്മാ ഒന്ന് നിന്നതാണെങ്കിൽ ഒന്നും തന്നില്ല. കുറെ കിട്ടിയ എനിക്ക്. ഇതെന്തുവാണ് കേസ്? ഞാൻ എന്തോ ഒരു സംഭവം. നമുക്ക് സീറ്റ്സിലോട്ട് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരെങ്കിൽ വാങ്ങാമെന്ന് പറ്റണ്ട കേസ്. ഒന്ന് ക്യാക്ടസിൻ്റെ ക്യാക്ടസിൻ്റെ ഒക്കെ റെയറായിട്ട് തന്നെ അതൊക്കെ കിട്ടി. നമുക്ക് പുതിയത് കിട്ടിയ ട്രിനിറ്റി ഫ്രൂട്ട് കേസ്. നേരത്തെ വേറെ എന്തുകൊണ്ടല്ലായിരുന്നു കേസ് ഫസ്റ്റ് നോക്കിയപ്പോൾ. ട്രെയിനൊക്കെ ക്യാക്ടസ് കിട്ടി. ക്യാക്ടസൊക്കെ കൊണ്ട് നടട്ടെ. എടാ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയ? അതൊക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേസ്, കാരണം ഒരുപാട് ലോങ്ങായി പോകും. ഞാൻ അവസാനിപ്പിക്കാം കേസ് നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ചെയ്യണം. ഇത് നല്ല വീഡിയോസായി വീണ്ടും വരും. എനിക്ക് ഇന്ന് കുറേ കിട്ടിയ കേസ്, നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ എല്ലാവരും സബ്ബടിച്ച് പൊട്ടിക്കുക കേസ്. കാരണം ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാതെ ഇരിക്കുകയായിരുന്നു. പിന്നെ ആ വീഡിയോ ഇട്ടതാണ് കേസ് ഇന്ന്. നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയാണ് ഒന്ന് ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.